നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ചാണ്ടി ഉമ്മനെ മുൻനിർത്തിക്കൊണ്ട് വി.ഡി. സതീശനെതിരെ വലിയ ഒരു പോരാട്ടത്തിന് കോൺഗ്രസിലെ സീനിയർ നേതാക്കൾ തുടക്കം കുറിക്കുകയാണ്. കെ.സി. വേണുഗോപാലിൻ്റെ അടക്കമുള്ള പിന്തുണ ഇക്കാര്യത്തിലുണ്ടെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചാണ്ടി ഉമ്മനും രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അത് കോൺഗ്രസിലെ വലിയ ഒരു ഗ്രൂപ്പ് തർക്കമായി, വിഭാഗീയതയായി മാറുകയാണ്. വി.ഡി. സതീശൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടുകെട്ട് കേരളത്തിലെ കോൺഗ്രസിലെ പിടിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞുവെന്നാണ് സീനിയർ നേതാക്കൾ പലരും പറയുന്നത്. പി.സി. വിഷ്ണുനാഥിനെയും ടി സിദ്ദിഖിനെയും പോലുള്ള, അല്ലെങ്കിൽ ഡീൻ കുര്യാക്കോസിനെ പോലെയുള്ള യുവ നേതാക്കളും ഈ ഷാഫി, സതീശൻ, മാങ്കൂട്ടത്തിൽ കൂട്ടുകെട്ടിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ചാണ്ടി ഉമ്മനെ പോലൊരു നേതാവിനെ മുൻനിർത്തിയാൽ സതീശനെതിരെ നല്ലൊരു പ്രതിരോധ നിര പടുത്തുയർത്താൻ കഴിയുമെന്ന് കെ.സി. ജോസഫിനെ പോലെയുള്ള സീനിയർ നേതാക്കളും പി.സി. വിഷ്ണുനാഥിനെ പോലെയുള്ള ജൂനിയർ നേതാക്കളും വിശ്വസിക്കുന്നു. കാരണം സതീശനും ഷാഫിയും മാങ്കൂട്ടത്തിലും പാർട്ടിയെ പിടിച്ചെടുക്കുക മാത്രമല്ല, പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളിലും അവരുടെ അഭിപ്രായം അന്തിമമാവുകയും ചെയ്യുന്നു. രമേശ് ചെന്നിത്തലയെ പോലുള്ള വലിയ സീനിയർ നേതാക്കളെ പോലും, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായി 10-40 വർഷമായി പ്രവർത്തിക്കുന്ന രമേശ് ചെന്നിത്തല അടക്കമുള്ളവരെ പോലും മാറ്റി നിർത്തുന്ന സമീപനമാണ് ഈ ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതത്രേ. സതീശൻ, ഷാഫി, മാങ്കൂട്ടത്തിൽ ഒരു പുതിയ ശാക്തിക ചേരിയായി മാറി അവർ കോൺഗ്രസിനെ സമൂലം പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ചാണ്ടി ഉമ്മനെ നിർത്തി പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ തേടുകയാണ് പി.സി. വിഷ്ണുനാഥും ടി സിദ്ദിഖും മറ്റ് സീനിയർ നേതാക്കളുമെല്ലാം. ഉമ്മൻചാണ്ടിയുടെ പഴയ വിശ്വസ്തരായ ബെന്നി ബെഹനാൻ, കെ.സി. ജോസഫ് എന്നിവരും ഇക്കാര്യത്തിൽ ചാണ്ടി ഉമ്മന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അടൂർ പ്രകാശിനെ പോലെയുള്ള നേതാക്കളും കെ.സി. വേണുഗോപാലും മറ്റ് സീനിയർ നേതാക്കളുമെല്ലാം, കെ. സുധാകരൻ അടക്കമുള്ളവർ ചാണ്ടി ഉമ്മന് തങ്ങളുടെ പിന്തുണ അറിയിച്ചു കഴിഞ്ഞു. വി.ഡി. സതീശനെതിരെയുള്ള പോരാട്ടത്തിൽ ചാണ്ടി ഉമ്മനെ മുൻനിർത്തിയാൽ ഈ ഗ്രൂപ്പിന് വളരെയധികം മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഉമ്മൻചാണ്ടിക്ക് ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസിൽ വലിയ ഒരു സ്വാധീനമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ ശരിക്കും കേരളത്തിലെ കോൺഗ്രസിനെ ഇപ്പോഴും വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. ആ ഓർമ്മകൾ മതി ചാണ്ടി ഉമ്മന് സതീശനെതിരെ മുന്നോട്ട് പോകാനെന്നാണ് നേതാക്കൾ പലരും വിശ്വസിക്കുന്നത്. ചാണ്ടി ഉമ്മനെ മാറ്റി നിർത്തുന്ന സമീപനം ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും കയ്യിൽ നിന്നുണ്ടായിരുന്നു. ചാണ്ടി ഉമ്മനുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കൺവീനർ സ്ഥാനം വരെ കളയാൻ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും നന്നായി പ്രയത്നിച്ചു എന്ന് കെ.സി. വേണുഗോപാൽ തന്നെ തുറന്നു പറയുന്ന അവസ്ഥയുണ്ടായി. അതോടുകൂടി പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബൈ ഇലക്ഷനിൽ പ്രചാരണത്തിലിറങ്ങാതെ ചാണ്ടി ഉമ്മൻ മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ അടുത്ത സുഹൃത്തും വിശ്വസ്തനുമായ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി നിലമ്പൂരിൽ അതിശക്തമായി തന്നെ ചാണ്ടി ഉമ്മൻ രംഗത്തിറങ്ങുകയും ഏതാണ്ട് 3000-ഓളം വീടുകൾ കയറിയിറങ്ങുകയും ചെയ്തു. മാത്രമല്ല, കോട്ടയത്ത് മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടം തകർന്നൊരു സ്ത്രീ മരിച്ചപ്പോൾ ആ സമരരംഗത്തും ചാണ്ടി ഉമ്മൻ മുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചാണ്ടി ഉമ്മൻ ഇപ്പോൾ കേരളത്തിലെ വളരെ സർവ്വസമ്മതനായ ഒരു യുവ നേതാവായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചാണ്ടിയെ മുൻനിർത്തിക്കൊണ്ടുള്ളൊരു നീക്കം സതീശനെതിരെ നടത്തിയാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് സതീശൻ വിരുദ്ധ കോൺഗ്രസ് നേതാക്കളെല്ലാവരും കരുതുന്നുണ്ട്. അതുകൊണ്ട് ചാണ്ടി ഉമ്മനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള നീക്കം വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സതീശൻ, ഷാഫി, രാഹുൽ മാങ്കൂട്ടം ഗ്രൂപ്പിനെതിരെ കോൺഗ്രസിൽ കടുത്ത അസംതൃപ്തി പുകയുന്നുണ്ട്. പി.ജെ. കുര്യൻ, അടൂർ പ്രകാശ് തുടങ്ങിയ സീനിയർ നേതാക്കളെല്ലാവരും ഈ ഗ്രൂപ്പിനെതിരെ ശക്തമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ തുടങ്ങിയുള്ള അഖിലേന്ത്യാ തലത്തിലുള്ള നേതാക്കളും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ദശാബ്ദങ്ങളെ തുടർന്ന് ഇത്തരത്തിലുള്ള നേതാക്കളും വി.ഡി. സതീശിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഈ കൂട്ടുകെട്ടിനെതിരെയും അവർ കോൺഗ്രസ് പിടിച്ചെടുക്കാൻ നടക്കുന്ന നീക്കങ്ങൾക്കെതിരെയും വളരെ ജാഗരൂകരാണ്. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും സതീശിനെയും ഒതുക്കാൻ, അല്ലെങ്കിൽ അവരുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ ഏറ്റവും മികച്ച ആയുധം ചാണ്ടി ഉമ്മൻ തന്നെയാണെന്നും ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ള ലെഗസി തന്നെയാണെന്നും ഈ നേതാക്കൾ കരുതുന്നു. അതുകൊണ്ടാണ് ചാണ്ടി ഉമ്മനെ മുൻനിർത്തി ഉമ്മൻചാണ്ടിയുടെ പാരമ്പര്യം ആയുധമാക്കി സതീശനും ഷാഫിക്കും മാങ്കൂട്ടത്തിനുമെതിരെ ഈ സീനിയർ നേതാക്കൾ നീങ്ങുന്നത്.